ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ തിരുക്കുടുംബത്തെ ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും തിരുക്കുടുംബത്തെ ധ്യാനിക്കുന്നു. ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും തിരുക്കുടുംബങ്ങളാകുവാൻ ഭൂമിക്ക് നൽകിയ സവിശേഷമായ മാതൃകയാണ് നസ്രത്തിലെ കുഞ്ഞു കുടുംബം. അവിടെ നന്മ നിറഞ്ഞ ഒരമ്മയുണ്ടായിരുന്നു, നീതി നിറഞ്ഞ ഒരു പിതാവുണ്ടായിരുന്നു, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളരുന്ന ദിവ്യ ശിശുവായ യേശു ഉണ്ടായിരുന്നു. നസ്രത്തിലെ കുഞ്ഞു ഭവനത്തിൽ ഒത്തിരി കുറവുകളുണ്ടായിരുന്നു. ഈ ലോകത്തിൻ്റെ ദാരിദ്ര്യവും പ്രയാസവും ബുദ്ധിമുട്ടുകളും നൊമ്പരവും ബാധ്യതകളും അതിനെ ബാധിച്ചു. എന്നാൽ ഓർക്കുക, അവിടെ ക്രിസ്തു ഉള്ളതിനാൽ എല്ലാം പരിപൂർണമായി നയിക്കപ്പെട്ടു. നമ്മുടെ ഭവനങ്ങൾ എന്തു തന്നെ കുറവുണ്ടെങ്കിലും ക്രിസ്തു ഉണ്ടെങ്കിൽ അവ അതിജീവിക്കുവാനുള്ള കൃപയായി, രക്ഷയുടെ മഹത്വമായി, വീണ്ടെടുപ്പിൻ്റെ നന്മയായി നിലകൊള്ളുക തന്നെ ചെയ്യും. നസ്രത്തിലെ കുടുംബത്തെ തിരുക്കുടുംബം എന്നാണ് നമ്മൾ വിളിക്കുക, ദ ഹോളി ഫാമിലി. എന്തുകൊണ്ടാണ് അങ്ങനെ? ആ കുടുംബത്തെ വിശുദ്ധമാക്കിയത് എന്താണ്? അത് ആ കുടുംബത്തിൽ സ്വർഗം ഒരുമിച്ച് ചേർത്ത നന്മയുടെ മാതാപിതാക്കളും പ്രിയ മകനുമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബവും അപ്രകാരമാകാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ആദ്യ വായനയിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രൻ്റെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും, അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇങ്ങനെ പോകുന്നു പ്രത്യാശയുടെ ആ വചനഭാഗങ്ങൾ. മാതാപിതാക്കളെ അനുസരിക്കുന്നതിലൂടെ, അവർക്ക് വിധേയപ്പെടുന്നതിലൂടെ, അവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നതിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. മാതാപിതാക്കളിലൂടെയാണ് ഭൂമിയിൽ നാം പിറവി കൊണ്ടത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ കാണപ്പെട്ട ദൈവമായി നാം കരുതേണ്ടത്, സ്നേഹിക്കേണ്ടത്, അംഗീകരിക്കേണ്ടത്, ആദരിക്കേണ്ടത് മാതാപിതാക്കളെയാണ്. നസ്രത്തിലെ കുഞ്ഞു കുടുംബത്തിൽ ദൈവപുത്രനായ ക്രിസ്തു അനുസരണയോടെ വിധേയത്വത്തോടു കൂടി കടന്നു പോയതുപോലെ ഈ കാലഘട്ടത്തിൽ നാം നമ്മുടെ ഭവനത്തിൽ മാതാപിതാക്കൾക്ക് വിധേയരാകണം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇന്നത്തെ 2-ാം വായനയിലൂടെ പറയുന്നതും അതുതന്നെയാണ്. മക്കളെ, നിങ്ങൾ മാതാപിതാക്കൾക്ക് വിധേയരായിരിക്കുവിൻ. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കോപം ഉളവാക്കിക്കരുത്. അവരെ ശാസനയോടെ, സ്നേഹത്തോടെ നയിക്കാൻ, നന്മയിൽ നയിക്കുവാൻ, പ്രകോപനമില്ലാതെ നയിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ക്ഷണിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിന് വേണ്ട നന്മ എന്തെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവയാൽ നിങ്ങൾ സംപ്രീതരാവുക. ഒപ്പം ദൈവത്തെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ശ്രേഷ്ഠവും അനുഗ്രഹവും നന്മ നിറഞ്ഞതുമായി രൂപാന്തരപ്പെടും. ഇന്നത്തെ സുവിശേഷം നസ്രത്തിലെ കുടുംബത്തിൽ അവരനുഭവിച്ച യാതനകളുടെ ആഴം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. രാത്രിയിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ആവശ്യപ്പെടുന്നുണ്ട്, ഇപ്പോൾ തന്നെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഒന്നും ചോദ്യം ചെയ്യാതെ ദൈവ പരിപാലനയിൽ വിട്ടുകൊടുത്തുകൊണ്ട് ശിശുവിനെയും അമ്മയും എടുത്ത് യാത്ര തുടരുകയാണ്. ഒരപ്പൻ്റെ ത്യാഗവും നന്മ നിറഞ്ഞ ജീവിതവും നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവിടെ ഉണ്ടായ എല്ലാ സഹനങ്ങളുടെയും വേദനകളുടെയും നടുവിൽ അവരനുഭവിച്ച സാന്ത്വനം എന്തെന്നോ, ക്രിസ്തു അവരോടൊപ്പമുണ്ട് എന്നതാണ്. രക്ഷകനായ യേശുവും മാതാപിതാക്കൾക്ക് വിധേയനായി ദൈവത്തിൻ്റെ പദ്ധതിയിൽ പരിപൂർണമായി സമർപ്പിക്കുന്നു. അങ്ങനെ മാതാപിതാക്കളുടെ സമർപ്പണം ആ കുടുംബത്തിന് രക്ഷയുടെ മഹത്വം നൽകുന്ന അനുഭവമായും ദൈവഹിതം നിറവേറ്റുന്ന അടയാളമായും മാറുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബവും അപ്രകാരമാകണം. നമ്മുടെ ഓരോ അപ്പനും കുടുംബത്തിൻ്റെ ശിരസ്സാണ് എന്ന് തിരിച്ചറിയണം. ഓരോ അമ്മയും തിരിച്ചറിയണം, ഭവനത്തിൻ്റെ ഹൃദയമാണ് ഞാനെന്ന്. അതേസമയം മക്കൾ തിരിച്ചറിയണം, തങ്ങൾ ദൈവത്തിൻ്റെ മനസ്സാണെന്നും ആ മനസ്സിനൊത്ത് വ്യാപരിക്കേണ്ടവരാണ് എന്നും
അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബവും തിരുക്കുടുംബമായി മാറും. ഈ വിശുദ്ധ ദിനം നമ്മുടെ ഭവനങ്ങളിലേക്ക് തിരിയാം. അവിടെ തിരുക്കുടുംബത്തിൻ്റെ നന്മയിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാം ഉപേക്ഷിക്കുവാനും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ തിരുമനസ്സിന് വിധേയപ്പെട്ടുകൊണ്ട് നമ്മുടെ ഭവനങ്ങളെ ദൈവീക ഭവനങ്ങളാക്കാൻ, ക്രിസ്തു വസിക്കുന്ന തിരുക്കുടുംബങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുവാൻ കൃപാവരം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.